ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ റിവിഷൻ ക്ലാസ്സിൻ്റെ 4ാമത്തെ ക്ലാസ് ആണ് അല്ലേ. ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ട് എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്ന് നമുക്ക് എന്നും ഉള്ളതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ, അതായത് SCERT ഫാക്റ്റ് ഉണ്ട്, മലയാളം PYQs ഉണ്ട്, ഈ ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ കുറച്ച് നമുക്ക് ആത്മകഥകളൊക്കെ പഠിക്കാനായിട്ടുണ്ട്. പിന്നെന്താണ് കറണ്ട് അഫയേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരൊറ്റ വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. ഇന്നേക്ക് നിങ്ങൾക്ക് ഇത്രയും മതി പഠിക്കാനായിട്ട്. ഇത്രയും പഠിച്ചതിന് ശേഷം പിന്നെ വൈകുന്നേരം നമ്മൾ ടെലഗ്രാം ചാനലിൽ നൽകുന്ന എക്സാമും കൂടെ അറ്റൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അത്രയാണ് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, അതുപോലെ എന്ത് ചെയ്യാൻ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് എത്തിക്കാനായിട്ടൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നോക്കാനുള്ളത് നമുക്ക് കുറച്ച് SCERT ഫാക്റ്റ് ആണ്. നോക്കാം നമുക്ക്. ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃതിയുടെ 1.18% കേരളം എന്ന് പറയുന്നത്. ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃതി, നമ്മുടെ ഇന്ത്യൻ യൂണിയൻ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ അതിന്റെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഉള്ളത്? കേരളം 1.18% കേരളം വരുന്നത്. ഇനി നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതി എടുത്താൽ അത് നമുക്ക് 3ആയിട്ട് തിരിക്കാനായിട്ട് പറ്റും. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. ഒരു ക്വസ്റ്റ്യൻ ഇവിടുന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ എത്രയായിട്ട് തരംതിരിക്കാം? 3ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട്, ഇടനാട്, തീരപ്രദേശം. ഈ മലനാട് എന്ന് പറയുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന്, ക്വസ്റ്റ്യൻ ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എത്ര മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതാണ് മലനാടെന്ന് ചോദിച്ചിട്ടുണ്ട്. എത്രയാണ്? 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതവും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണ് മലനാടെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ്? സമുദ്രനിരപ്പിൽ നിന്ന് എത്രയാണ്? 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതവും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി മലനാട് ഉൾപ്പെടുന്ന പ്രദേശത്ത് നിന്നാണ് കേരളത്തിലെ നമ്മുടെ 44 നദികൾ ഒഴുകുന്നത്. അറിയാലോ, 41 പടിഞ്ഞാറോട്ടും 3 കിഴക്കോട്ടും അല്ലെ. ഏതൊക്കെയാണ് കിഴക്കോട്ട്? കബനി, ഭവാനി, പാമ്പാർ അല്ലെ. അപ്പോൾ ഇവിടെ മലനാട് ഉൾപ്പെടുന്ന പ്രദേശത്ത് നിന്നാണ് കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത്. മനസ്സിലാക്കുക. അവിടെ എന്തൊക്കെ പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത്? തേയില, ഏലം, ഇഞ്ചി അല്ലെ. തേയില, ഏലം, ഇഞ്ചി എന്നിവ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? കൃഷി ചെയ്യുന്നുണ്ട്. കേരളത്തിൽ മലനാട് പ്രദേശം ഭാഗമായി വരുന്ന മലനിരകളാണ് എന്തെന്നറിയപ്പെടുന്നത്? പശ്ചിമഘട്ടം അല്ലെ. കേരളത്തിൽ മലനാട് പ്രദേശം ഭാഗമായി വരുന്ന മലനിരകൾ പശ്ചിമഘട്ടം. ഈ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏതെന്ന് പറയുന്നത്? ഇടുക്കി ജില്ലയിലെ ആനമുടി. അറിയോ? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഏതെന്ന് പറയുന്നത്? ആനമുടി. അപ്പൊ നമ്മോട് ചോദിക്കാം, എന്ത്? ആനമുടിയുടെ ഉയരം എത്രയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പം എന്താണ്? 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇവിടെ അതായത് 8842 അടി. എത്രയാണ് അടി? അടി ചോദിക്കുകയാണെങ്കിൽ, എത്ര അടിയാണ് ഉയരം എന്ന് ചോദിക്കുകയാണെങ്കിൽ 8842 അടി. ഇനി ആനമുടിയുടെ ഉയരം ചോദിച്ചാല് മീറ്ററിലാണ് എങ്കിൽ എന്ത്? 2695 മീറ്ററും 8842 അടിയും ആണ്. ഓക്കെ, ഇനി കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ നമ്മൾ പറഞ്ഞു 3ആയിട്ട് കേരളത്തിന്റെ ഭൂപ്രകൃതിയെ 3ആയിട്ട് തിരിക്കാം. അതില് നമ്മുടെ കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 48
98% ഏതാ കിടക്കുന്നത്? മലനാടാണ്. ഓക്കെ, ഇനി മലനാടിന്റെ ശരാശരി ഉയരം ഏതുവരെ പോകും? 900 മീറ്റർ വരെയാണ് ശരാശരി ഉയരം എന്ന് പറയുന്നത്. മനസ്സിലായോ? മലനാടിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 900 മീറ്റർ ആണ്. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്താണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇത് കേരളാണെന്ന് വിചാരിച്ചാൽ മാത്രം മതി. കാരണം എന്താണ് ഒരു സാമ്യം ഉണ്ടാവില്ല. ഇവിടെ കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത്, അതായത് കിഴക്ക് എന്ന് പറയുമ്പം ഇവിടെ അല്ലേ, ഇവിടെ കിഴക്ക്, ഇവിടെ എന്താണ് പടിഞ്ഞാറ്, ഇവിടെ എന്താണ് വടക്ക്, ഇവിടെ എന്താണ് തെക്ക് അല്ലെ. അപ്പോ എന്താണ് കിഴക്ക് ഭാഗത്ത്, ഈ ഒരു ഭാഗത്താണ് ഏത് വരുന്നത്? മലനാട് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ കേരളത്തിന്റെ കിഴക്ക് ഭാഗത്താണ് മലനാട് പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇടനാട് എന്ന് പറയുമ്പോൾ മലനാടിനും തീരപ്രദേശം അല്ലെ, കിഴക്ക് നമ്മൾ പറഞ്ഞു എന്ത്, ഇവിടെ എന്താണ് ഇവിടെ പടിഞ്ഞാറ്, അതായത് ഈ ഭാഗം എന്താണ് തീരപ്രദേശം, ഈ ഭാഗം എന്താണ് കിഴക്ക്, ഇതിനിടയിലാണ് ഇടനാട് അല്ലെ. അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പോ എന്താണ് ഇടനാട് എന്ന് പറയുന്നത് മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ട്, മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഇടനാടെന്ന് പറയുന്നത്. ഇടനാടിന്റെ ഉയരം സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ്. ഇടനാടിന്റെ ഉയരം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ്. മനസ്സിലായോ? എത്രയാണ് ഇടനാടിന്റെ ഉയരം എന്ന് പറയുന്നത്? സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ. ഓക്കെ, നമ്മൾ മലനാട് പറഞ്ഞപ്പോ 75 മീറ്റർ അല്ലെ. അപ്പൊ ഇത് 7.5 to 75 മീറ്റർ വരെയാണ് ഇടനാടിന്റെ ഉയരം എന്ന് പറയുന്നത്. ഇനി കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതി എടുത്താൽ എത്ര ശതമാനമാണ് ഇടനാടെന്ന് ചോദിച്ചാൽ 42%. നമ്മള് മലനാട് 48 പറഞ്ഞു, 42 ഇടനാട് പറഞ്ഞു. ബാക്കി എത്ര ഉണ്ടാവും? ഒരു 10% കൂടെ ഉണ്ടാവും അല്ലെ. അത് നോക്കാം നമുക്ക്. ഇനി ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിന് ഏതാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്, PYQ ആണ്, പഠിച്ചോ. എന്താണ് ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ലാറ്ററൈറ്റ് മണ്ണാണ്. ഇടനാടിന്റെ പടിഞ്ഞാറേ അതിര് അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു പടിഞ്ഞാറേ അതിര് വരുന്നത് തീരപ്രദേശം ആണ്. കാർഷിക വൈവിധ്യം കൊണ്ടും ജലസാന്നിധ്യം കൊണ്ടും സമ്പന്നമായ ഈ പ്രദേശത്ത് ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും കാണപ്പെടുന്നു. കാർഷിക വൈവിധ്യം കൊണ്ടും ജലസാന്നിധ്യം കൊണ്ടും സമ്പന്നമായ ഈ ഒരു പ്രദേശത്ത് എന്തുണ്ട്? ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും കാണപ്പെടുന്നുണ്ട്. മനസ്സിലായോ? അപ്പോ ഇനി തീരപ്രദേശം നോക്കുകയാണെങ്കിൽ എന്താണ്? സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെ ഉയരമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെ ഉയരമാണ് ഏതിനുള്ളത്? തീരപ്രദേശത്തിനുള്ളത്. കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത് 580 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത് 580 കിലോമീറ്റർ ആണ്. ഓക്കെ, പിന്നെ ഈ തീരദേശ ദൈർഘ്യം പഠിച്ചു വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ 590 ഒന്നും കാണാൻ പറ്റും കേട്ടോ. 590 കിലോമീറ്റർ ഒന്നും കാണാൻ പറ്റും. അതെന്ത് ചെയ്യുക? നിങ്ങൾ ഓപ്ഷൻ അനുസരിച്ചിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. 580 ആണ് ഇപ്പോൾ SCERT കൊടുത്തിട്ടുള്ളത്. പക്ഷെ 590 അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ അനുസരിച്ചിട്ട് ഏതായാലും രണ്ടും കൂടെ എന്തായാലും നിങ്ങൾക്ക് ഓപ്ഷനിൽ തരുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അടുത്ത ഇതെന്ന് പറയുന്നത് കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകൾ എത്രയെന്നറിയോ? ടോട്ടൽ എത്ര ജില്ല ഉണ്ട്? 14 ജില്ല അല്ലെ. അതിൽ കടൽ തീരമുള്ള ജില്ലകൾ 9 ജില്ലകളാണ് ഉള്ളത്. ഓക്കെ, നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ളത് ഇങ്ങനെയും ചോദിക്കാം കേട്ടോ. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകൾ എത്രയെന്ന് ചോദിക്കാം. അതുപോലെ കടൽ തീരമില്ലാത്ത ജില്ലകളിൽ ഉൾപ്പെട്ടതേത്, ഉൾപ്പെടാത്തതേത്, അല്ലെങ്കിൽ എത്ര ജില്ലകളുണ്ട്, പിന്നെ ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കാൻ പറ്റും അല്ലെ. അപ്പോൾ അതിൽ പത്തനംതിട്ട കടൽ തീരം ഇല്ലാത്ത ജില്ലയാണ് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എപ്പോഴും കേരളത്തിന്റെ മാപ്പ്
ഇന്ത്യയുടെ മാപ്പ്, ലോക ഭൂപടം, ഇതൊക്കെ എന്ത് ചെയ്യണം, ഇത് മൂന്ന് നിങ്ങൾ മസ്റ്റാണ് എന്ത് നിങ്ങൾ വീട്ടിൽ വാങ്ങി വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ അത് എന്താ നല്ല പ്രൈസ് കൊടുത്ത് വാങ്ങൊന്നും വേണ്ട, നമ്മൾ സാധാരണ പേപ്പറിലുള്ളത് വാങ്ങും കിട്ടും, 10 രൂപ 20 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ അത് വാങ്ങിയിട്ട് അത് വീട്ടിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ വള്ളൊന്ന് ഒട്ടിച്ച് വെച്ചേക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, അത് നോക്കിയിട്ട് ഇപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ഓരോ ജില്ലയും നിങ്ങൾ കണ്ട് വേണം പഠിക്കാനായിട്ട്. ഓക്കെ, ഞാൻ പറയുന്നത് കാണാപാഠം പഠിച്ചിട്ട് ഒരു കാര്യമില്ല. കാണാപാഠം പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യൂല, ഇപ്പൊ മനസ്സിലാവും, പിന്നെ നിങ്ങൾക്ക് അത് ഡൗട്ടായിട്ട് വരും. ഇന്ന് ആ മാപ്പിൽ ഒരു വട്ടം നോക്കിയാൽ പിന്നെ അത് മനസ്സിന്ന് പോവില്ല. ഇതൊക്കെയാണ് ആ ജില്ലകൾ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ കടൽ തീരം ഇല്ലാത്ത ജില്ല നമുക്ക് മനസ്സിലാവും. ഏതൊക്കെയാണ്? പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. മനസ്സിലായോ? ഇനി ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല, അത് നമുക്ക് മാപ്പിൽ നോക്കിയാൽ മനസ്സിലാവും. ഏറ്റവും കൂടുതൽ ഏതിലുള്ളത്? കണ്ണൂർ ജില്ലക്കാണ് ഏറ്റവും കൂടുതൽ കടൽ തീരം ഉള്ളത്. ഇനി ഏറ്റവും കുറവ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഏത് ജില്ലക്കാണ്, കൊല്ലം ജില്ലക്കാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് കേരളത്തിന്റെ കാലാവസ്ഥ കൂടെ നോക്കാം. കേരളത്തിൽ പ്രധാനമായും 2 മഴക്കാലാണ് ഉള്ളത് അല്ലെ. പ്രധാനമായിട്ടും 2 മഴക്കാലാണ് ഉള്ളത്. ഏതൊക്കെയാണത്? ഒന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, അല്ലെങ്കിൽ എന്ത് പറയും, കാലവർഷം എന്ന് പറയും, അല്ലെങ്കിൽ ഇടവപ്പാതി എന്നൊക്കെ പറയൂലേ, ആ ഒരു കാലം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, അല്ലെങ്കിൽ കാലവർഷം, അല്ലെങ്കിൽ ഇടവപ്പാതി. ഇനി വടക്ക് കിഴക്കൻ മൺസൂൺ കാലമുണ്ട്, അല്ലെങ്കിൽ അതിനെന്ത് പറയും, വടക്ക് കിഴക്കൻ മൺസൂൺ കാലം ഈ ഇടിയൊക്കെ ഉണ്ടാവുന്ന ആ ഒരു സമയത്ത് അല്ലെ, തുലാവർഷം അല്ലെ, വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അല്ലെങ്കിൽ തുലാവർഷം. ഹിപ്പാലസ് കാറ്റ് എന്നറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ് കേട്ടോ. ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ് ഹിപ്പാലസ് കാറ്റ് എന്ന് അറിയപ്പെടുന്നത്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. പഠിച്ചു വെച്ചേക്കുക, നമ്മുടെ കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. അപ്പോൾ ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അല്ലെങ്കിൽ ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷത്തിന് കാരണം അറബിക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റാണ്. അറബിക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റാണ് ഇടവപ്പാതിക്ക് കാരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്, ഇനി തുലാവർഷത്തിൽ എന്താണ്, തുലാവർഷത്തിൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റാണ് എന്ത് ചെയ്യുന്നത്, മഴ പെയ്യിക്കുന്നത്. തുലാവർഷത്തിലെ ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റാണ് എന്ത് ചെയ്യുന്നത്, മഴ പെയ്യിക്കുന്നത്. ഓക്കെ, മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. അപ്പോ തുലാവർഷത്തിൽ എവിടുന്നാണ്? ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള നീരാവി, മറ്റേ അറബിക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റാണ് ഇടവപ്പാതിക്കെങ്കിൽ, അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന് എന്ന് പറയുന്നതിന്, അല്ലെങ്കിൽ കാലവർഷം എന്ന് പറയൂലേ അതിന്. ഈ തുലാവർഷം അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂണിന് കാരണം എന്താന്ന് പറയാം, തുലാവർഷത്തിൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റ്. മനസ്സിലായോ? ഇനി മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖല ചോദിച്ചാൽ ഏത് പറയണം നമ്മള്? ഉഷ്ണമേഖല. കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥ ഏത് മേഖലയാണ്? ഉഷ്ണമേഖല കാലാവസ്ഥ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണെന്ന് അറിയോ? ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാവും, പക്ഷെ നമ്മൾ പഠിച്ചു വെച്ചേക്കുക എന്ത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ചോദിച്ചാൽ ജൂലൈ പറയണം. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ചോദിച്ചാൽ അത് ജനുവരി ആണെന്നും പറയണം. ഓക്കെ, ഇനി കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം എത്ര സെന്റിമീറ്റർ ആണ്? പിവയ്ക്കാണ് 300 സെന്റിമീറ്റർ ആണ് കേരളത്തിന്റെ ശരാശരി വാർഷിക വർഷപാതം എന്ന് പറയുന്നത്. കേരളത്തിന്റെ ശരാശരി വാർഷിക വർഷപാതം എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? 300 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് കുറച്ച് മലയാളം മുൻവർഷ ചോദ്യങ്ങളാണ് ഇനി നോക്കാനുള്ളത്. നോക്കിയാലോ നമുക്ക്? ഓക്കെ, സമയം കളയണ്ട, നോക്കാം. ശരിയായ പദം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? ഉദ്ഘാടനം. അതിൽ 4 ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു, ഓപ്ഷൻ ഞാൻ ഇട്ടിട്ടില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളത് തന്നെ ഞാൻ പറ്റുമോ നോക്കട്ടെ. അത് നമുക്ക് എടുത്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് പഠിച്ചു പോവാം കേട്ടോ. ഇനിയിപ്പോ ഓപ്ഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാം, ആ ഒരു രീതിയിൽ എടുക്കാം. ഓക്കെ, ശരിയായ പദം ഉദ്ഘാടനം. ഉദ്ഘാടനം എന്ന് എഴുതുന്നത് എങ്ങനെയാ? പിന്നെ ഘാടനം അല്ലെ, എങ്ങനെയാണ് ഉദ്ഘാടനം? ഈ ദായാണ് എന്നുള്ളത് ഓർത്തു വെച്ചേക്ക. ഏത് ദാ?
ഇതാട്ടോ. ഓക്കെ. ഇനി ഭാഗികം വിപരീത പദം എന്ത്? ഭാഗികം എന്നുള്ളതിന്റെ വിപരീത പദം എന്ന് പറയുന്നത് സമഗ്രം. ഭാഗികം വിപരീതം സമഗ്രമാണ്. ഭാഗികം വിപരീതം സമഗ്രം പഠിച്ചു വെച്ചേക്കാം. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നുള്ളതിന് ഒറ്റപദം എന്താണ്? കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപാസു. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപാസു. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപാസു. നീഹാരം പര്യായപദം ഏത്? നീഹാരം. നീഹാരത്തിന്റെ പര്യായപദം എന്താണ്? മഞ്ഞാണ്. നീഹാരം മഞ്ഞാണ്. ഇനി പ്രൊസീഡിങ്സ്. പ്രൊസീഡിങ്സ് ശരിയായ മലയാള പരിഭാഷ ഏത്? നടപടിക്രമം. പ്രൊസീഡിങ്സ് അറിയാലോ, നടപടിക്രമം. പ്രൊസീഡിങ്സ് ശരിയായ മലയാള പരിഭാഷ ഏത്? നടപടിക്രമം. അടുത്തത് ചേർത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വാക്ക് പ്ലസ് മയം അല്ലെ? വാക്ക് പ്ലസ് അല്ലെങ്കിൽ അധികം മയം എന്ന് പറയും. വാക്ക് പ്ലസ് മയം എന്താ കിട്ടുക നമുക്ക്? വാങ്മയം. എന്താ കിട്ടുക? വാങ്മയം എന്നുള്ളതാണ് വാക്ക് പ്ലസ് മയം എന്ന് പറയുന്നത്. അവൻ പിരിച്ചെഴുതിയാൽ എങ്ങനെ കിട്ടുക? അവൻ പിരിച്ചെഴുതിയാൽ ആ പ്ലസ് അന്നിലെ ആ പ്ലസ് അന്നാണ് എന്തെന്ന് പറയുന്നത്? അവൻ. കിട്ടിയല്ലോ. ഇനി പൂജക ബഹുവചനം നമുക്കറിയാം. സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ് കാണാത്തവരൊക്കെ അതൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഇതിൽ പൂജക ബഹുവചനം എന്ന് പറഞ്ഞാല് ഏതാണ്? ഇതിന് ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നതിൽ ആൻസർ ആചാര്യർ അല്ലെ? ബഹുമാനത്തോടെ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? പൂജക ബഹുവചനം. ആചാര്യർ, അതുപോലെ വൈദ്യര്, ഇതൊക്കെ എന്താണ്? പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. ഇനി അടുത്തത് കച്ച കെട്ടുക. എന്താണ് കച്ച കെട്ടുക എന്ന കച്ച കെട്ടുക എന്ന പ്രയോഗത്തിന്റെ ആശയം താഴെ പറയുന്നവയിൽ നിന്നും എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കച്ച കെട്ടി ഒരുങ്ങുക, കച്ച കെട്ടി ഇതാക്കുന്നൊക്കെ പറയില്ലേ, അതിനെന്താണ്? സന്നദ്ധനാവുക. എന്താ അർത്ഥം? സന്നദ്ധനാവുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അലയാഴി. എന്താണ്? അലയാഴി എന്നതിന്റെ എന്ന പദം പിരിച്ചെഴുതിയാൽ എന്ത് ലഭിക്കും നമുക്ക്? അല പ്ലസ് ആഴി. അല പ്ലസ് ആഴിയാണ് എന്തെന്ന് പറയുന്നത്? അലയാഴി അല്ലെ? അല പ്ലസ് ആഴിയാണ് അലയാഴി എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്തത് തലമുടി എന്ന അർത്ഥം വരുന്ന പദം. ചോദിച്ചിട്ടുണ്ടായിരുന്നത് തലമുടി എന്ന അർത്ഥം വരാത്ത പദമായിരുന്നു. പക്ഷെ ഞാൻ എന്താക്കി, നമുക്ക് പഠിക്കേണ്ട തലമുടി എന്ന അർത്ഥം വരുന്ന പദമാണ്, എന്നാലല്ലേ തലമുടി എന്ന അർത്ഥം വരാത്ത പദം കിട്ടുള്ളൂ. അപ്പോ ഏതൊക്കെയാണ് തലമുടിയുടെ? കുന്തളം, കുന്തളം. കുഴൽ എന്നുള്ളത് തലമുടിയുടെ പര്യായ പദമാണ്. ചായൽ. ഏതൊക്കെയാണ്? കുന്തളം, കുഴല്, ചായല്. കുന്തളം, കുഴൽ, ചായൽ എന്നിവ എന്തിന്റെ പര്യായ പദമാണ്? പിന്നെ നമ്മുടെ തലമുടിയുടെ പര്യായ പദമാണ്. മനസ്സിലായോ? ശ്രദ്ധിച്ചു പഠിച്ചോ. എക്സാം ഉണ്ടാവും വൈകുന്നേരം. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കാട്ടോ. കുന്തളം, കുഴല്, ചായൽ. ശരിയായ പദങ്ങൾ ഏവ എന്നുള്ളതായിരുന്നു ഓപ്ഷൻ ഉണ്ടായിരുന്നത്. 4 ഓപ്ഷൻ തന്നിരുന്നു. അതിൽ 1, 2 ശരി, 1, 2 അങ്ങനെ കുറെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ശരിയായ പദങ്ങൾ എടുത്ത് എഴുതിയിട്ടുണ്ട്. എന്താണ്? ഉത്തരവാദിത്വം എങ്ങനെ എഴുതുക? നമ്മള് ഇങ്ങനെ കാണും. എങ്ങനെ? ഉത്തരവാദിത്വം ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക്. നമ്മൾ ചിലപ്പോൾ അതാണ് ശരിയെന്ന് എങ്ങനെയായാലും നമുക്ക് അവിടേക്ക് അങ്ങോട്ട് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അത് തെറ്റാണ്. അപ്പൊ ഏതാണ്? ഉത്തരവാദിത്വം എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ഇനി കൃതജ്ഞത. കൃതജ്ഞത തരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ തരും, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കൂല. ഏത് ഇത് ഞാൻ നമ്മൾ ശ്രദ്ധിക്കൂല. ഇവിടെ എന്താണ്? ഇങ്ങനെയാണ് എന്ത് ശരിയായിട്ടുള്ളത്? കൃതജ്ഞത. മനസ്സിലായോ? ഇനി ഉചിതമായ സ്ഥിതി, അതിന്റെ ഒറ്റപ്പദം. ഉചിതമായ സ്ഥിതിയെയാണ് എന്തെന്ന് പറയുന്നത്? ഔചിത്യം. എന്താണ് ഉചിതമായ സ്ഥിതിയെ പറയുന്നത്? ഔചിത്യം. ഉചിതമായ സ്ഥിതി ഔചിത്യം. ഓക്കെ. ഇനി ഋതം എന്ന പദത്തിന്റെ വിപരീത പദം താഴെ കൊടുത്തവയിൽ ഏതാണ് എന്നതായിരുന്നു. ഋതം എന്ന് വെച്ചാൽ എന്താ? ഋതം അല്ലെ? ഋതം എന്നതിന്റെ വിപരീതം അനിർതം. ഋതം എന്നതിന്റെ വിപരീത പദം അനിർതം എന്നുള്ളതാണ്. ഇനി 4-5 എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? 4-5 എന്ന് വെച്ചാൽ എന്താണ്? 4 5. 4-5 എന്ന് വെച്ചാൽ 4 5. അതാണ് 4-5. അടുത്തത് ചേർത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കൽ പ്ലസ് മതം. കൽ പ്ലസ് മതം എന്ന് വെച്ചാൽ എന്താണ്? ചേർത്തെഴുതിയാല് കൽമതമല്ല. എന്താണ്? കന്മതം അല്ലെ? കന്മതം എന്നുള്ളതാണ് കൽ പ്ലസ് മതം. കന്മതം. ഓക്കെ. അടുത്തത്
പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന ആശയം വരുന്ന മലയാളം ചൊല്ല് ഏത്? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലെ, നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അല്ലെ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളതിന്റെ എന്താണ് മലയാളം ചൊല്ലെന്ന് പറയുന്നത്? എന്താണ്? സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഇനി താഴെ പറയുന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം 4 തന്നിരുന്നു. അതിൽ ഏതാണ്? അധ്യാപികമാർ അല്ലെ, അധ്യാപകന്മാർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? സലിംഗം, അതായത് ഒരൊറ്റ ലിംഗം അല്ലെ. ഇത് സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന ബഹുവചനമാണ് അല്ലെ. അപ്പൊ ഇതെന്താണ്? സലിംഗ ബഹുവചനമാണ്. ഇത് ഏതാണ് എക്സാമ്പിള്? അധ്യാപികമാർ. ഇപ്പൊ നിങ്ങൾക്ക് 4 ദിവസത്തെ ഈ ക്ലാസ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്രത്തോളം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എത്രത്തോളം സെയിം നമുക്ക് ടോപ്പിക് ഒരുപാട് ഉണ്ടാവും പഠിക്കാനായിട്ട്. പക്ഷെ ഇവർ സ്ഥിരം ചോദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ തന്നെയാണ്? ഇവിടെ സാധാരണ ചോദിക്കുന്ന ചേർത്തെഴുതാനും വിഗ്രഹിക്കാനും പിന്നെ അതുപോലെ എന്തൊക്കെ ബഹുവചനം, പൂജക ബഹുവചനം, സലിംഗം, അലിംഗം, ഇതൊക്കെ തന്നെ ഇവർക്ക് എന്താണ് സ്ഥിരമായിട്ട് ചോദിക്കാനുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡെയിലി വർക്കൗട്ട് ചെയ്താൽ തന്നെ നമുക്ക് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഒക്കെ നമുക്ക് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ബാക്കിയുള്ളത് SCERT കൂടെ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏകദേശം മാർക്കൊക്കെ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, കറണ്ട് അഫയേഴ്സ് അതുപോലെ ഡെയിലി കറണ്ട് അഫയേഴ്സ് നോക്കണം. അത്രയും കാര്യം ശ്രദ്ധിക്കുക. അടുത്തത് നമുക്ക് ഇംഗ്ലീഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. ഓക്കെ, അതിൽ ചൂസ് ആൻ അപ്രോപ്രിയേറ്റ് സിനോണിം ഫോർ ദി വേർഡ് ഡിഫറൻസ്. ഡിഫറൻസ് എന്നുള്ളതിന്റെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? സിനോണിയം ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിഫറൻസ്, ഡിഫറൻസ് എന്ന് വെച്ചാൽ റെസ്പെക്ട് എന്നാണ് അർത്ഥം കേട്ടോ. ഹംബിൾ, സബ്മിഷൻ ആൻഡ് റെസ്പെക്ട് എന്നുള്ളതാണ് എന്തിന്റെ മീനിങ്? ഡിഫറൻസ്, ഡിഫറൻസ് കേട്ടോ. സ്പെല്ലിംഗ് നോക്കുക, ഡിഫറൻസ് അല്ല, ഡിഫറൻസ്, DEFERENCE എന്നുള്ളതാണ്. ഓക്കെ, ഇനി കംപ്ലീറ്റ് ദ സെന്റൻസ് യൂസിങ് ദ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഫോം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എങ്ങനെയാണ്? ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം അല്ലെ. ഹാസ് ഓർ ഹാവ് അല്ലെ. സിംഗുലർ ആണെങ്കിൽ ഹാസ്, അല്ലെങ്കിൽ പ്ലൂരൽ ആണെങ്കിൽ ഹാവ് പ്ലസ് V3 ഫോം. അതാണ് എന്ത്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോം. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കംപ്ലീറ്റ് ദ സെന്റൻസ് യൂസിങ് ദ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് അല്ലെ, അത് ഉപയോഗിച്ചിട്ട്. അപ്പം ദേ ഹാവ് നോൺ, ഇപ്പോൾ നോ എന്ന് കൊടുത്താൽ അതിനെ ഹാവ് നോൺ ഈച്ച് അതർ സിൻസ് ദെയർ ചൈൽഡ്ഹുഡ്. സിൻസ് വന്നതുകൊണ്ട് നമുക്ക് അവിടെ എന്താണ്? ഹാവ് നോൺ ആണ് അവിടെ വരിക എന്നുള്ളത് മനസ്സിലാക്കാം. ദേ ഹാവ് നോൺ ഈച്ച് അതർ സിൻസ് ദെയർ ചൈൽഡ്ഹുഡ് എന്നുള്ളതാണ്. അടുത്തത് യൂസ് ദ അപ്രോപ്രിയേറ്റ് റിലേറ്റീവ് പ്രോനൗൺ ടു കംപ്ലീറ്റ് ദ സെന്റൻസ്. അപ്രോപ്രിയേറ്റ് എന്താണ്? പ്രോനൗൺ അല്ലെ, റിലേറ്റീവ് പ്രോനൗൺ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയായിരുന്നു? ഹൂ, ഹൂം, ദാറ്റ്, വിച്ച് അല്ലെ. ഹൂ, ഹൂം, ദാറ്റ്, വിച്ച് എന്നതായിരുന്നു ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഹൂം എന്നാണ്. ഹൂം എന്ന് പറയുമ്പോൾ എന്താണ്? പിന്നെ ആരെയാണോ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് ഹൂം. ദാറ്റ് ഈസ് ദ ഗേൾ ഹൂം വി മെറ്റ് യെസ്റ്റർഡേ എന്നുള്ളതാണ്. ഇനി ഹൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൂ എന്ന് പറഞ്ഞാല് ആരില്ലേ, ആരാണോ അതിനെയാണ്. വിച്ച് എന്താണോ അതിനാണ് എന്ത് പറയുന്നത്? വിച്ച് എന്നുള്ള റിലേറ്റീവ് പ്രോനോൺ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ആന്റണിം ഓഫ് ദ വേർഡ് കൺസീൽഡ്. കൺസീൽഡ് എന്നുള്ളതിന്റെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ആന്റണിം ആണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ് കൺസീൽഡ്? കൺസീൽഡ് എന്നുള്ളതിന്റെ ആന്റണിം വരുന്നത് എന്താണ്? അൺവെയിൽഡ് കേട്ടോ. സ്പെല്ലിംഗ് നോക്കുക, അൺവെയിൽഡ്, UNVEILED. അൺവെയിൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെളിപ്പെടുത്തുന്നത്. കൺസീൽഡ് ഒളിപ്പിക്കുക അല്ലെ. വെളിപ്പെടുത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? വെളിപ്പെടുത്തുക. ഓക്കെ, വെളിപ്പെടുത്തുക എന്നതാണ് എന്തിന്റെ മീനിങ്? അൺവെയിൽഡ് എന്നുള്ളതിന്റെ മീനിങ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യൂസ് ദ ഞാൻ കൺവേർട്ട് ദ റിപ്പോർട്ടഡ് സ്പീച്ച്. റിപ്പോർട്ടഡ് സ്പീച്ചിനെ എന്ത് ചെയ്യാണ്? എന്താണ് നമ്മോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കൺവേർട്ട് അവിടെ ഒരു ഇത് വരുന്നുണ്ടേ. അതായത് ഷീ സെഡ് ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. അതിനെ ഇനി നമുക്ക് എന്ത് ചെയ്യണം? റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റണം. അപ്പോൾ ഷീ സെഡ്
ഇത് കണ്ടോ, ഷീ സെഡ്. അവിടെ നമുക്ക് എന്താണ്, ഇത് എന്താണ്, പാസ്റ്റ് ടെൻസിലുള്ള മെയിൻ ക്ലോസ് ആണെന്നുള്ളത് മനസ്സിലാക്കാം. അതുകൊണ്ട് ഡയറക്റ്റ് സ്പീച്ചിൽ ഈ സിമ്പിൾ പാസ്റ്റ്, ഇത് സിമ്പിൾ പാസ്റ്റിലാണെന്നുള്ളത് അറിയാലോ. ഈ സിമ്പിൾ പാസ്റ്റിലെ വാചകം റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ എന്താവും, അത് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. എന്താ മാറുക, റിപ്പോർട്ടഡ് സ്പീച്ചിൽ എന്തായിട്ട് മാറും, എന്തായിട്ട് മാറും, പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലോട്ട് മാറും. ഓക്കെ, അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലോട്ട് ആകും. അങ്ങനെ യെസ്റ്റർഡേ റിപ്പോർട്ടഡ് സ്പീച്ചിൽ എന്തായിട്ട് മാറും, അത് പ്രീവിയസ് ഡേ എന്നുള്ളതും ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, ഷീ സെഡ് ദാറ്റ്, എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ ഹാഡ് മെറ്റ് അല്ലെ, ഹാഡ് പ്ലസ് V3, ഷീ ഹാഡ് മെറ്റ് ഹിം ദ പ്രീവിയസ് ഡേ. യെസ്റ്റർഡേ എന്നുള്ളത് ദ പ്രീവിയസ് ഡേ എന്നായിട്ട് മാറും. മനസ്സിലായോ? ഇനി നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ എറർ. വൺ ഓഫ് ദ ഗേൾസ് ആർ ഫ്രം മുംബൈ. ആർ എന്ന് പറയോ? ഇല്ല. കാരണം എന്താണ്, വൺ ഓഫ് ദ ഗേൾസ്, ഗേൾസിലെ ഒരൊറ്റ ആളെയാണ് പറയുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്താണ്, അത് ഈസ് എന്നാണ് വരേണ്ടത്. അതാണ് അവിടുത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നൈദർ ദ പ്രിൻസിപ്പാൾ നോർ ദ ടീച്ചേഴ്സ് ഈസ് ഗോയിങ് ഫോർ ദ ടൂർ. ഇത് ഒരു പ്രയോഗമാണ്, നൈദറും എന്താണ് നോറും അല്ലെ. അപ്പോൾ നൈദർ ദ പ്രിൻസിപ്പാൾ നോർ ദ ടീച്ചേഴ്സ് ഈസ് ഗോയിങ് ഫോർ ദ ടൂർ. അവിടെ എന്താ തെറ്റ്, നൈദർ നോറ് വരുമ്പോ നൈദറിന് ശേഷമുള്ളത് എന്താണ്, എന്താ സിംഗുലാറും അതുപോലെ നോറിന് ശേഷം പ്ലൂരലും ആണ് വരുന്നതെങ്കിൽ, അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല്, നൈദർ നോർ വരുമ്പം നോറിന് ശേഷം വരുന്നത് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും. ഇനി അതല്ല, അത് എന്താണ് പ്ലൂരൽ ആണെങ്കിൽ അവിടെ പ്ലൂരൽ നമ്മൾ കൊടുക്കണം. അതായത് പ്രിൻസിപ്പാൾ എന്നുള്ളത് എന്താണ്, അതൊരു സിംഗുലർ ഇതാണ് അല്ലെ. ഇത് എന്താണ്, ഇത് പ്ലൂരൽ ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. ടീച്ചേഴ്സ്, ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അവിടെ എന്താ വരേണ്ടത്, പിന്നെ വരുന്ന വെർബ് ആറ്, ഈസ് വരൂല. അപ്പൊ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ആ ഒരു കാര്യമാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പൊ നൈദർ ദ പ്രിൻസിപ്പാൾ നോർ ദ ടീച്ചേഴ്സ് ആർ ഗോയിങ് ഫോർ ദ ടൂർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇഡിയം ആണ് കേട്ടോ. ദ ഇഡിയം ഇൻ ദ ഫോളോയിങ് സെന്റൻസ് മീൻസ് പെർഫ്യൂംസ് വേർ ഡൈം എ ഡസൻ. ഈ അണ്ടർലൈൻഡ് വേർഡ് ശ്രദ്ധിച്ചോ, ഡൈം എ ഡസൻ ഫോർ ഹിം ഇൻ ദോസ് ഡേയ്സ്. എന്താ അതിന്റെ ആ ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. എന്താണ്, പെർഫ്യൂംസ് വേർ ഡൈം എ ഡസൻ ഫോർ ഹിം ഇൻ ദോസ് ഡേയ്സ്. ഡൈം എ ഡസൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവോ എന്താ അതിന്റെ അർത്ഥം, പ്ലെന്റി ആൻഡ് കോമൺ, ധാരാളം അതുപോലെ സാധാരണയായിട്ടും അല്ലെ. അപ്പോ പ്ലെന്റി ആൻഡ് കോമൺ എന്ന് പറയുന്നതാണ് ഡൈം എ ഡസൻ. ഡൈം എ ഡസൻ മീൻസ് പ്ലെന്റി ആൻഡ് കോമൺ. ഓക്കെ, ഇനി എന്താ, മറ്റൊരു ഇഡിയം കൂടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒരു ഇഡിയം കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാങ്ക് ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിസ് വൺസ് ഹോപ്പ് ഓൺ സംതിങ് ഓർ സംവൺ. അത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്നറിയോ? ഇടിയല്ല കേട്ടോ, ഫ്രേസൽ വെർബ്. ബാങ്ക് ഓൺ എന്ന് പറയുന്നത് എന്താണ്, ബാങ്ക് ഓൺ എന്ന് പറയുന്നതിന്റെ മീനിങ് വരുന്നത്, ആ ഫ്രേസൽ വെർബിന്റെ മീനിങ് വരുന്നത് എന്താന്ന് വെച്ചാല്, ഇപ്പോ ഇവിടെ കണ്ടല്ലോ, ഐ ബാങ്ക്, ഇവിടെ സെന്റൻസ് ഉണ്ടായിരുന്നു, ഐ ബാങ്ക് ഓൺ യുവർ വേർഡ്. ഓക്കെ, ഐ ബാങ്ക് ഓൺ യുവർ വേർഡ്. ആ ബാങ്ക് ഓൺ എന്നുള്ള ഫ്രേസൽ വെർബിന്റെ എന്താണ് ചോദിച്ചിട്ടുള്ളത്, മീനിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നത്, ഓപ്ഷൻ എ സ്പെൻസ് ഓൺ സംതിങ് ഓർ സംവൺ, ഓപ്ഷൻ ബി കളക്ട്സ് മണി ഫ്രം സംവൺ, ഓപ്ഷൻ സി ബേസസ് വൺസ് ഹോപ്പ് ഓൺ സംതിങ് ഓർ സംവൺ, ഓപ്ഷൻ ഡി സ്പ്രെഡ് സംതിങ് എന്നുള്ളതായിരുന്നു. അപ്പോ ബാങ്ക് ഓൺ എന്ന് വെച്ചാൽ ബേസസ് വൺസ് ഹോപ്പ് ഓൺ സംതിങ് ഓർ വൺസ് ഇതല്ല കേട്ടോ. വൺസിന്റെ സ്പെല്ലിങ്ങിന് വൺസ് ONES ആണ്, അപ്പോസ്ട്രോഫി എസ് ആണ്. അപ്പൊ ബാങ്ക് ഓൺ മീൻസ് ബേസസ് വൺസ് ഹോപ്പ് ഓൺ സംതിങ് ഓർ സംവൺ. ഐ ബാങ്ക് ഓൺ യുവർ വേർഡ്. ഞാൻ നിന്റെ വാക്കുകളിൽ എന്താണ്, എന്ത് ചെയ്യാണ്, ബാങ്ക് ഓൺ ചെയ്യാണ് അല്ലെ. ബേസസ് വൺസ് ഹോപ്പ് ഓൺ സംതിങ് ഓർ സംവൺ. മനസ്സിലായല്ലോ, അതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്തിനെങ്കിലും ഹോപ്പ് എന്താ, പ്രതീക്ഷ അല്ലെ. സംതിങ് ഓർ സംവൺ, ഒരാളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിലുള്ള എന്താ ഒരാളുടെ ഹോപ്പ്, അതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ,
ഇനി നമുക്ക് നോക്കാനുള്ളത് കുറച്ച് ആത്മകഥകളാണ്. ഈ ആത്മകഥകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. പിന്നെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പഠിച്ചു പോവാം കേട്ടോ. ഇപ്പൊ തന്നെ പഠിച്ചു പോവാണേ. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം. തുടിക്കുന്ന താളുകൾ ആരുടെ ആത്മകഥയാണെന്നറിയോ? തുടിക്കുന്ന താളുകൾ, ചങ്ങമ്പുഴ. ചങ്ങമ്പുഴ, തുടിക്കുന്ന താളുകൾ, ചങ്ങമ്പുഴ. ചങ്ങമ്പുഴ എന്ന് പറയുമ്പോൾ പുഴ എന്താണ്? തുടിക്കുന്ന, ഇങ്ങനെ ഇതാവുമല്ലോ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കുക. തുടിക്കുന്ന താളുകൾ ആരുടേതാണ്? ചങ്ങമ്പുഴ. തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴ. ആത്മരേഖ. ആത്മരേഖ ആരുടേതാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. വെണ്ണിക്കുളം ഗോപാല കുറുപ്പിൻ്റെതാണ് എന്തെന്ന് പറയുന്നത്? ആത്മരേഖ. ആത്മരേഖ കുറുപ്പിൻ്റെതാണ് അല്ലെ? കുറുപ്പിന്റെ രേഖ. ഓക്കെ, അപ്പൊ ആത്മരേഖ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഇനി കണ്ണീരും കിനാവും, ഇത് പിന്നെ എല്ലാവർക്കും അറിയാവുന്നുണ്ടാവും. കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാട് അല്ലെ? ഒരുപാട് തവണ നമുക്ക് എന്താണ് നവോത്ഥാന അതിലൊക്കെ പഠിക്കാനുള്ളതാണ്. കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാടിൻ്റെതാണ്. സർവീസ് സ്റ്റോറി. സർവീസ് സ്റ്റോറി അല്ലെ? മലയാറ്റൂരിൻ്റെതാണ്. സർവീസ് സ്റ്റോറി മലയാറ്റൂർ. പറഞ്ഞേ, തുടിക്കുന്ന താളുകൾ ആരുടേതാണ്? ഒന്ന് കണ്ണ് അടച്ചിട്ട് എന്റെ കൂടെ പറഞ്ഞേ. തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴ, പുഴ അല്ലെ? ആത്മരേഖ കുറുപ്പിൻ്റെതാണ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഇനി കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാടിൻ്റെതാണ്. കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാട്. ഇനി സർവീസ് സ്റ്റോറി മലയാറ്റൂരിൻ്റെതാണ്. സർവീസ് സ്റ്റോറി മലയാറ്റൂരിൻ്റെതാണ്. ഓക്കെ ആണല്ലോ. ഇനി കാവ്യലോക സ്മരണകൾ ആരുടേതാണ്? കാവ്യലോക സ്മരണകൾ വൈലോപ്പിള്ളി. കാവ്യലോക സ്മരണകൾ വൈലോപ്പിള്ളി. കിട്ടിയോ? കാവ്യലോക സ്മരണകൾ വൈലോപ്പിള്ളി. എതിർപ്പ് P കേശവദേവ്. കേശവദേവിന്റെ എതിർപ്പ് ആലോചിക്കുക അല്ലെ? എതിർപ്പ് P കേശവദേവ്. കാവ്യലോക സ്മരണകൾ വൈലോപ്പിള്ളി. കഴിഞ്ഞ കാലം കൊഴിഞ്ഞ ഇലകൾ. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഇത് രണ്ടും എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ കൺഫ്യൂസിങ് ഫാക്ട് എന്ന് പറയാം അല്ലെ? കൺഫ്യൂസിങ് ഫാക്ട് ആണ് അത്. അതുകൊണ്ട് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കാം. എന്താണ്? പിന്നെ കഴിഞ്ഞ കാലം KP കേശവമേനോൻ. കഴിഞ്ഞ കാലം കേശവമേനോന്റെ കഴിഞ്ഞ കാലം. കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി. മുണ്ടശ്ശേരിയുടെ കൊഴിഞ്ഞ ഇലകൾ. ഓക്കെ, കഴിഞ്ഞ കാലം KP കേശവമേനോൻ. കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി. എതിർപ്പ് ആരുടേതായിരുന്നു? കേശവദേവിന്റെ എതിർപ്പ് അല്ലെ? കാവ്യലോക സ്മരണകൾ ആരുടേതായിരുന്നു? വൈലോപ്പിള്ളി. ഇനി എന്റെ വഴിത്തിരിവ്. എന്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി. എന്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി. കാണുന്ന നേരത്ത് സുഭാഷ് ചന്ദ്രൻ. സുഭാഷ് ചന്ദ്രന്റെതാണ് കാണുന്ന നേരത്ത്. എന്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി. എന്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി. കാണുന്ന നേരത്ത് സുഭാഷ് ചന്ദ്രന്റേതാണ്. നെക്സ്റ്റ്, അരങ്ങ് കാണാത്ത നടൻ അല്ലെ? ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. തിക്കൊടിയന്റേതാണ് അല്ലെങ്കിൽ P കുഞ്ഞനന്ദൻ നായരുടേതാണ്. ഏത്? അരങ്ങ് കാണാത്ത നടൻ. ആരാണ് തിക്കൊടിയൻ? P കുഞ്ഞനന്ദൻ നായർ അല്ലെ? അരങ്ങ് കാണാത്ത നടൻ P കുഞ്ഞനന്ദൻ നായർ അല്ലെങ്കിൽ തിക്കൊടിയന്റേതാണ്. ജീവിത സമരം, ജീവിതപാത. ഇത് രണ്ടും എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറക്കാതെ. ഇപ്പം കാട്ടിലൂടെ പാത അങ്ങനെ ആലോചിച്ച് വെച്ചേക്കാം കേട്ടോ. പാത എന്നുള്ളത് അങ്ങനെ ഓർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ചെറുകാട് ജീവിത പാത. ചെറുകാടിൻ്റെതാണ് ഏതെന്ന് പറയുന്നത്? ജീവിതപാത. ഇനി ജീവിത സമരം C കേശവൻ അല്ലെ? സമരമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ? കേശവനൊക്കെ അല്ലെ? അപ്പോ C കേശവൻ ജീവിത സമരം. C കേശവൻ ജീവിത സമരം. കാട്ടിലൂടെ, ചെറുകാട്, ജീവിതപാത. ഇനി കവിയുടെ കാൽപ്പാടുകൾ. കവിയുടെ കാൽപ്പാടുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുഞ്ഞു കുട്ടികളുടെ കാൽപ്പാടുകൾ ആലോചിച്ച് വെക്കുക. P കുഞ്ഞിരാമൻ നായർ. കവിയുടെ കാൽപ്പാടുകൾ P കുഞ്ഞിരാമൻ നായർ അല്ലെ? ഇനി സോപാനം ഞെരളത്ത് രാമപൊതുവാൾ. സോപാനം ഞെരളത്ത് രാമപൊതുവാൾ. സോപാനം ഞെരളത്ത് രാമപൊതുവാൾ. അപ്പൊ ജീവിത സമരം C കേശവൻ. ജീവിതപാത ചെറുകാട്. കവിയുടെ കാൽപ്പാടുകൾ P കുഞ്ഞിരാമൻ നായർ. സോപാനം ഞെരളത്ത് രാമപൊതുവാൾ. എന്റെ കഥ എല്ലാവർക്കും അറിയാവുന്നുണ്ടാവും. എന്റെ കഥ മാധവിക്കുട്ടി. പക്ഷെ എന്റെ ജീവിത കഥയുണ്ട്. അതാരുടേതാണ്? AKG അല്ലെ? ഒരുപാട് കഥകൾ പറയാനുണ്ടാവും AKGക്ക്. അപ്പൊ എന്റെ ജീവിത കഥ AKG, എന്റെ കഥ മാധവിക്കുട്ടി. ഓക്കെ, ഇനി ജീവിത സ്മരണകൾ എന്താണ്? എന്റെ ജീവിത സ്മരണകളുണ്ട്, ജീവിത സ്മരണകളുണ്ട്. എന്റെ ജീവിത സ്മരണകൾ EV കൃഷ്ണപിള്ളയുടേതും, എന്നാൽ എന്റെ
ജീവിത സ്മരണ പറയുമ്പോൾ മന്നത്ത് പത്മനാഭൻ. എൻ്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭനും, ജീവിത സ്മരണകൾ EV കൃഷ്ണപിള്ളയും. EV കൃഷ്ണപിള്ള ജീവിത സ്മരണകൾ, എൻ്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ. എൻ്റെ നാടക സ്മരണകൾ, നാടക സ്മരണ പറയുമ്പോൾ ആരുടേതാണ്? PJ ആന്റണി. എൻ്റെ നാടക സ്മരണകൾ PJ ആന്റണി. ജീവിത സ്മരണ EV കൃഷ്ണപിള്ള. എൻ്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ. എൻ്റെ മൃഗയാ സ്മരണകൾ ഇല്ലേ, എൻ്റെ മൃഗയാ സ്മരണകൾ പറയാൻ ആർക്കുണ്ടാവുക? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ അല്ലെ. എൻ്റെ മൃഗയാ സ്മരണകൾ എന്താണ്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ ഇക്ക നായനാർ വരുന്നുണ്ട്. സമരം തീച്ചൂളയിൽ. സമരം എന്താണ്? തീച്ചൂളയിൽ. സമരം എന്നാലേക്കുമ്പോൾ നമ്മൾ നേരത്തെ ഒരാളെ പറഞ്ഞിരുന്നല്ലോ, C കേശവൻ അല്ലെ, ജീവിത സമരം. ഇതെന്താണ്? സമരം തീച്ചൂളയിൽ EK നായനാർ. സമരം തന്നെ ജീവിതം VS അച്യുതാനന്ദൻ. സമരം തന്നെയാണ് ജീവിതം, അത് VS അച്യുതാനന്ദൻ്റെതും. സമരം തീച്ചൂളയിൽ EK നായനാറും. ഇനി ഞാൻ എന്നുള്ളത് ഞാൻ അല്ലെ, ഞാൻ NN പിള്ള. ഓക്കെ, അങ്ങനെ ആലോചിച്ച് വെച്ചേക്കുക, ഞാൻ NN പിള്ള. ഇനി എൻ്റെ വഴിയമ്പലങ്ങൾ. എൻ്റെ വഴിയമ്പലങ്ങൾ SK പൊറ്റക്കാട്. എൻ്റെ വഴിയമ്പലങ്ങൾ SK പൊറ്റക്കാട്. നമ്മളൊരു കാട് നേരത്തെ പറഞ്ഞല്ലോ, ആരുടേതായിരുന്നു? ചെറുകാട് അല്ലെ. ചെറുകാട് എന്തായിരുന്നു? ജീവിതപാത. ഓക്കെ, ഇതെന്താണ്? ഇത് ഇവിടെ വരുന്നത് എൻ്റെ വഴിയമ്പലങ്ങൾ, അത് SK പൊറ്റക്കാട്. എൻ്റെ വക്കീൽ ജീവിതം, ഇതൊക്കെ അറിയാവുന്നുണ്ടാവൂലേ, തകഴി. എൻ്റെ വക്കീൽ ജീവിതം തകഴിയാണ്. എൻ്റെ വക്കീൽ ജീവിതം തകഴി. ഞാൻ ആരുടെ ആത്മകഥയാണ്? NN പിള്ള. സമരം തീച്ചൂളയിൽ EK നായനാർ. സമരം തന്നെ ജീവിതം VS അച്യുതാനന്ദൻ. ഓക്കെ, ഇത്രേ കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നുകൂടെ ക്ലാസ് കേൾക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കറണ്ട് അഫെയറും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, നിലവിലെ കേരള ഗവർണർ ആരാണ്? നിലവിലെ കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ ആണ് അല്ലെ. നിലവിലെ കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ. രാജേന്ദ്ര അർലേക്കർ ആണ് നിലവിലെ കേരള ഗവർണർ എന്ന് പറയുന്നത്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആരായിരുന്നു? സാറ ജോസഫ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സാറ ജോസഫ് ആണ്. തപസ്വിനി അമ്മ എന്ന പുസ്തകം രചിച്ചത് MK സാനു ആണ്. ആരാണ് തപസ്വിനി അമ്മ എന്ന പുസ്തകം രചിച്ചത്? MK സാനു. തപസ്വിനി അമ്മ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? MK സാനു. കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ സാഹിത്യ പുരസ്കാര ജേതാവ് അഖിൽ P ധർമ്മജൻ ആണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? അഖിൽ P ധർമ്മജൻ ആണ്. അറിയാലോ. ഇനി ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ നൈറ്റ് ഓഫ് ലീജിയൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നറിയോ? പൂയം തിരുനാൾ ഗൗരി പാർവതിബായ്. പൂയം തിരുനാൾ ഗൗരി പാർവതിബായിക്കാണ് ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ നൈറ്റ് ഓഫ് ലീജിയൻ പുരസ്കാരം ലഭിച്ചത്. ആർക്കാണ്? ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത ബഹുമതി ഏതാണ്? നൈറ്റ് ഓഫ് ലീജിയൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പൂയം തിരുനാൾ ഗൗരി പാർവതിബായി. 2025 സുകുമാർ അഴീക്കോട് സ്മാരക ട്രസ്റ്റ് പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ഷാജി പ്രഭാകരനാണ്. 2025 സുകുമാർ അഴീക്കോട് സ്മാരക ട്രസ്റ്റ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ ഷാജി പ്രഭാകരനാണ്. ഡോക്ടർ ഷാജി പ്രഭാകരനാണ് 2025 സുകുമാർ അഴീക്കോട് സ്മാരക ട്രസ്റ്റ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 2025 സുകുമാർ അഴീക്കോട് സ്മാരക ട്രസ്റ്റ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ ഷാജി പ്രഭാകരനാണ് 2025 സുകുമാർ അഴീക്കോട് സ്മാരക ട്രസ്റ്റ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഡോക്ടർ ഷാജി പ്രഭാകരൻ. ഓക്കെ, ഇനി എന്താണ്? നാഷണൽ സാമ്പിൾ സർവേ ഓഫ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള വലിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള വലിയ സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ കേരളമാണ് കേട്ടോ. ഓക്കെ, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള വലിയ സംസ്ഥാനം കേരളം. കാസ്പിയൻ ഗൾ എന്ന അപൂർവ ദേശാടന പക്ഷിയെ കണ്ടെത്തിയ സംസ്ഥാനം ചോദിച്ചാലും ഏതാണ്? നമ്മുടെ കേരളമാണ്. കാസ്പിയൻ ഗൾ എന്താണ്? ഒരു അപൂർവ ദേശാടന പക്ഷിയാണ്. ഇതിനെ കണ്ടെത്തിയ സംസ്ഥാനം കേരളമാണ്. സാർവത്രിക പാലിയേറ്റീവ് പരിചരണം ഉറപ്പാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്.
സാർവത്രിക പാലിയേറ്റീവ് പരിചരണം ഉറപ്പാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളത്തിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത ജില്ലയായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് ജില്ലയാണ്? കോട്ടയം ജില്ലയെ. കേരളത്തിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത ജില്ലയായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത് കോട്ടയം ജില്ലയെയാണ്. ഇനി തപാൽ വകുപ്പിന്റെ സേവനങ്ങൾ എന്താണ്? വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാനുള്ള സംവിധാനം അറിയപ്പെടുന്നത് ഡിജി പിൻ ആണ്. എന്താ ഡിജി പിന്നെ? തപാൽ വകുപ്പിന്റെ സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാനുള്ള സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്? ഡിജി പിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഡിജി പിന്നിന്റെ ഫുൾ ഫോം കൂടെ പഠിച്ചു വെച്ചോ. ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. എന്താണ് ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ? തപാൽ വകുപ്പിന്റെ സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാനുള്ള സംവിധാനമാണ് ഡിജി പിൻ എന്ന് പറയുന്നത്. ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ മോചിപ്പിക്കുന്നതിനും വേണ്ടി എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണ് നേർവഴി എന്ന് പറയുന്നത്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിൽ നിന്നും വിദ്യാർത്ഥികളെ മോചിപ്പിക്കുന്നതിനും വേണ്ടി എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? നേർവഴി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നേർവഴി? ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കുക, ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ മോചിപ്പിക്കാനും വേണ്ടി എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണ് നേർവഴി. അങ്ങനെയെങ്കിൽ കൗമാരക്കാരിലെ അക്രമവാസനയും ലഹരി ഉപയോഗവും വാഹന ദുരുപയോഗവും മുളയിലെ നുള്ളുക എന്ന ലക്ഷ്യത്തോടെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായുള്ള മാതൃകാ പദ്ധതിയാണ് കൂടെയുണ്ട് കരുത്തേകാൻ. എന്താണ്? കൗമാരക്കാരിലെ അക്രമവാസനയും ലഹരി ഉപയോഗവും വാഹന ദുരുപയോഗവും മുളയിലെ നുള്ളുക എന്ന ലക്ഷ്യത്തോടെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായിട്ടുള്ള മാതൃകാ പദ്ധതിയാണ് കൂടെയുണ്ട് കരുത്തേകാൻ എന്നുള്ളത്. കൂടെയുണ്ട് കരുത്തേകാൻ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസ് ഏതെന്നറിയോ? കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് ആണ് കേട്ടോ. കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസ് എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഇനി ഒരു ശില്പം അല്ലെ, ലഹരിക്കെതിരെയുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ശില്പം, നാർക്കോട്ടിക് ശില്പം, ഇത് സ്ഥാപിതമായത് എവിടെയാണ്? തൃശ്ശൂരിലാണ്. ലഹരിക്കെതിരെയുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ശില്പമായ നാർക്കോട്ടിക് ശില്പം സ്ഥാപിതമായത് തൃശ്ശൂരാണ്. ഇതിന്റെ ശില്പി എന്ന് പറയുന്നത് ഡാവിഞ്ചി സുരേഷ് ആണ്. ആരാണ്? ഡാവിഞ്ചി സുരേഷ് എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ ശില്പി. ഇതിന്റെ നാർക്കോട്ടിക് ശില്പം, ലഹരിക്കെതിരെയുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ശില്പം. ഇതിന്റെ നീളം എന്ന് പറയുന്നത് 40 അടി നീളമുണ്ട്, 18 അടി ഉയരമുണ്ട്. 40 അടി നീളമുണ്ട്, 18 അടി എന്തുണ്ട്? ഉയരവും ഉണ്ട് എന്നുള്ളത് ഓർക്കുക. കുറ്റകൃത്യങ്ങളിൽ പെടുന്ന കുട്ടികൾക്ക് കരുതലും മാനസിക പിന്തുണയും. എങ്ങനെ? കുറ്റകൃത്യങ്ങളിൽ പെടുന്ന കുട്ടികൾക്ക് കരുതലും മാനസിക പിന്തുണയും നൽകുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? കാവൽ പദ്ധതി എന്ന് പറയുന്നത്. ഇനി പട്ടികവർഗക്കാർക്ക് വീട് പുതുക്കി പണിയാനോ പൂർത്തിയാക്കാനോ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സേഫ് എന്ന് പറയുന്നത്. പട്ടികവർഗക്കാർക്ക് വീട് പുതുക്കി പണിയാനോ പൂർത്തിയാക്കാനോ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സേഫ് എന്ന് പറയുന്നത്. കുറ്റകൃത്യങ്ങളിൽ പെടുന്ന കുട്ടികൾക്ക് കരുതലും മാനസിക പിന്തുണയും നൽകുന്ന പദ്ധതി കാവലാണ്. പട്ടികവർഗക്കാർക്ക് വീട് പുതുക്കി പണിയാനോ പൂർത്തിയാക്കാനോ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? സേഫ് എന്ന് പറയുന്നത്. പട്ടികവർഗക്കാർക്ക് വീട് പുതുക്കി പണിയാൻ അല്ലെങ്കിൽ പൂർത്തിയാക്കാൻ നൽകുന്ന അല്ലെ സേഫ്, സുരക്ഷിതം അല്ലെ വീട് അല്ലെ, അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി കാവൽ എന്തായിരുന്നു? കുറ്റകൃത്യങ്ങളിൽ പെടുന്ന കുട്ടികൾക്ക് കരുതലും മാനസിക പിന്തുണയും, ഒരു കാവൽ കൊടുക്കുക അല്ലെ. ഇനി ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വയോജനങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്ന പദ്ധതിയാണ് സല്ലാപം. ഈ പദ്ധതികളൊക്കെ പഠിച്ചു വെച്ചോ. പദ്ധതികളൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് അഫെയറിൽ ഉൾപ്പെടുന്നതാണ് ഈ പറയുന്നതെല്ലാം. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ സല്ലാപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വയോജനങ്ങൾക്കായി അവതരിപ്പിക്കുന്ന പദ്ധതി അല്ലെ, സല്ലാപം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം ഒരുക്കാൻ മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ആവിഷ്കരിച്ച പദ്ധതി വിദ്യാമൃതം 5 ആണ് കേട്ടോ. വിദ്യാമൃതം 5 എന്ന് പറയുന്നത് എന്താണ്? ഉപരിപഠനത്തിന് അവസരം ഒരുക്കാൻ മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ
ആവിഷ്കരിച്ച പദ്ധതിയാണ് വിദ്യാമൃതം 5 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സംസ്ഥാന ഭൂവിനിയോഗ ബോർഡ് കർഷകർക്കായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രകൃതി പാഠം. പ്രകൃതിയിലെ കർഷകരെ, അപ്പോ സംസ്ഥാന ഭൂവിനിയോഗ ബോർഡ് കർഷകർക്കായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് പ്രകൃതി പാഠം എന്ന് പറയുന്നത്. ഇനി മെഡിക്കൽ ഷോപ്പിലെ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് അല്ലാത്തവർ മരുന്ന് വിൽക്കുന്നത് തടയാനുള്ള ആപ്പാണ് കോമ്പൗണ്ടർ ആപ്പ് എന്ന് പറയുന്നത്. മെഡിക്കൽ ഷോപ്പിലെ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് അല്ലാത്തവർ മരുന്ന് വിൽക്കുന്നത് തടയാനുള്ള ആപ്പാണ് എന്തെന്ന് പറയുന്നത് കോമ്പൗണ്ടർ ആപ്പ് എന്ന് പറയുന്നത്. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ഒരു തൈ നടാം. ഒരു തൈ നടാം എന്നുള്ളത് ഹരിത കേരളം മിഷൻ ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ഒരു തൈ നടാം. ഹരിത കർമ്മസേന അംഗങ്ങൾക്ക് അവർക്ക് നൽകുന്ന ഇലക്ട്രിക് സൈക്കിളാണ് ഏതെന്ന് പറയുന്നത് ഹരിതവാഹിനി എന്ന് പറയുന്നത്. ഹരിത കർമ്മസേന അംഗങ്ങൾക്ക് നൽകുന്ന ഇലക്ട്രിക് സൈക്കിളാണ് ഹരിതവാഹിനി എന്ന് പറയുന്നത്. ഹരിതവാഹിനി എന്ന് ഇത് ഹരിത കർമ്മസേന അംഗങ്ങൾക്ക് ഡിസ്ക് ഡിസ്കിന്റെ നേതൃത്വത്തിൽ എന്താണ് ചെയ്യുന്നത് നൽകുന്ന ഇലക്ട്രിക് സൈക്കിളാണ് ഹരിതവാഹിനി എന്ന് പറയുന്നത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളെ കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ ഒരു മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാക്കുന്നതിനുള്ള സർക്കാർ സംരംഭമാണ് എൻ്റെ ജില്ല. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളെ കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ ഒരു മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാക്കുന്നതിനുള്ള സർക്കാർ സംരംഭം എന്താ അറിയപ്പെടുന്നത് എൻ്റെ ജില്ല. കുടുംബശ്രീയുടെ കീഴിലുള്ള സംരംഭങ്ങളെ സാങ്കേതിക സഹായവും പരിശീലനവും ലഭ്യമാക്കി വിജയകരമാക്കാനുള്ള പദ്ധതിയാണ് സ്മാർട്ട് ശ്രീ എന്ന് പറയുന്നത്. എന്താ സ്മാർട്ട് ശ്രീ എന്ന് പറയുന്നത് കുടുംബശ്രീയുടെ കീഴിലുള്ള സംരംഭങ്ങളെ സാങ്കേതിക സഹായവും പരിശീലനവും ലഭ്യമാക്കി വിജയകരമാക്കാനുള്ള പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് ഒന്ന് സ്മാർട്ട് ആക്കാൻ അല്ലേ. അപ്പൊ സ്മാർട്ട് ശ്രീ എന്ന് ആലോചിച്ച് വെച്ചേക്കുക. നെക്സ്റ്റ്, സംസ്ഥാനത്തെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും സംസ്ഥാനത്തെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ നൽകുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ജീവധാരയാണ്. സംസ്ഥാനത്തെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ നൽകുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ജീവധാര. ജീവധാര എന്ന് പറയുന്നത് സംസ്ഥാനത്തെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ നൽകുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ആണ് ജീവധാര എന്ന് പറയുന്നത്. ബുദ്ധിപരമായി വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് സാമൂഹിക നീതി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി പ്രചോദനം. ഈ പദ്ധതികളൊക്കെ പഠിച്ചു വെച്ചോ. പ്രചോദനം ബുദ്ധിപരമായിട്ട് വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് സാമൂഹിക നീതി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ്. ഇനി എന്തായിരുന്നു ജീവധാര? സംസ്ഥാനത്തെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ നൽകുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ആണ് ജീവധാര എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ലഹരിമുക്ത ക്യാമ്പസുകൾക്കായുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരി വിരുദ്ധ പദ്ധതിയാണ് ബോധ പൂർണിമ എന്ന് പറയുന്നത്. എന്താ ബോധ പൂർണിമ എന്ന് പറയുന്നത്? ബോധപൂർണിമ എന്ന് പറയുന്നത് എന്താണ്? ലഹരി മുക്ത ക്യാമ്പസുകൾക്കായുള്ള ലഹരി മുക്ത ക്യാമ്പസ് അല്ലെ, അതിനായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരി വിരുദ്ധ പദ്ധതിയാണ് ബോധപൂർണിമ അല്ലെ. ബോധം ഉണ്ടാവാനുള്ള എന്നൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക കേട്ടോ. ബോധപൂർണിമ ലഹരി മുക്ത ക്യാമ്പസുകൾക്കായുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരി വിരുദ്ധ പദ്ധതിയാണ് ബോധപൂർണിമ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇന്ന് പഠിക്കാനായിട്ടുള്ളത്. ഇന്ന് പറഞ്ഞല്ലോ റിവിഷൻ ക്ലാസ്, 4ാമത്തെ റിവിഷൻ ക്ലാസ് ആണ്. അപ്പോൾ ഇതുവരെ മുമ്പത്തൊന്നും കാണാത്തവരുണ്ടെങ്കിൽ പറ്റുന്ന സമയമൊക്കെ അതും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. നമുക്ക് ഈ ഒരു ക്ലാസ് ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ തന്നെ, നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഒരു റാങ്ക് ലിസ്റ്റിൽ തന്നെ എത്താനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഫോളോ ചെയ്താൽ മാത്രം പോരാ, ടെലഗ്രാം ചാനലിലൂടെ നൽകുന്ന
എക്സാം കൂടെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ശരി, താങ്ക് യു.